നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിലെ ആദ്യത്തെ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് യുവേഫ കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അൽബേനിയൻ FA-ക്കെതിരെയാണ് ഇപ്പോൾ 4 കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രൊവോക്കേറ്റീവ് മെസ്സേജ് കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. അപ്പം ഇറ്റലിക്കെതിരെയുള്ള മത്സരത്തിൽ പ്രൊവോക്കേറ്റീവായിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയുണ്ടായി. കൂടാതെ ഫയർ വർക്കുകൾ ഉപയോഗിച്ചു. ഒരാൾ കളിക്കളത്തിലേക്ക് ഇൻവേഷൻ നടത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 4 കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും അൽബേനിയ വേഴ്സസ് ഇറ്റലി മത്സരം, അൽബേനിയ ചരിത്രം കുറിച്ച മത്സരമാണ്. 22 സെക്കൻഡിനുള്ളിൽ അവർ ലീഡ് എടുത്തിരുന്നു. പക്ഷെ പിന്നെ ഇറ്റലി 2 ഗോളുകൾ അടിച്ചു വിജയിച്ച് കയറി. എങ്കിലും അൽബേനിയയുടെ പോരാട്ട വീര്യത്തെ എല്ലാവരും വലിയ രൂപത്തിൽ പ്രശംസിച്ചതാണ്. പക്ഷെ ഇപ്പോഴിതാ യുവേഫ ഇത്തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നതാണ് കാണുന്നത്. യുവേഫ പക്ഷെ എന്താണ് ആ ഒരു പ്രൊവോക്കേറ്റീവ് മെസ്സേജ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ യുവേഫയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് പ്രൊവോക്കേറ്റീവ് മെസ്സേജ് അൺഫിറ്റ് ഫോർ എ സ്പോർട്സ് ഇവന്റ്, ഒരു സ്പോർട്സ് ഇവന്റിന് ഒരിക്കലും ഫിറ്റ് അല്ലാത്ത പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് സന്ദേശം കൊടുത്തു എന്നാണ് ഇപ്പം യുവേഫ പറയുന്നത്. ഒരു പക്ഷേ ആ ഒരു മത്സരത്തിനിടക്ക് ഗാലറിയിൽ കൊസോവോ ലിബറേഷൻ ആർമിയുടെ ഫ്ലാഗുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. കൊസോവോ നമുക്കറിയാം 2008 അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തത്. പക്ഷെ സെർബിയ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ചില ഫ്ലാഗുകൾ ഗ്രേറ്റർ അൽബേനിയ മാപ്പ് ഡെപ്പിക്ട് ചെയ്തത് ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഇപ്പം എന്തായാലും യുവേഫ പരിഗണിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രൊവോക്കേറ്റീവ് മെസ്സേജ് കൊടുത്തു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും കളിക്കളത്തിലേക്ക് ഒരാൾ ഇറങ്ങിയതും ഫയർ വർക്ക് ഉപയോഗിച്ചതും ഒക്കെ അവർക്കെതിരെയുള്ള കുറ്റങ്ങളായിട്ട് വരുമ്പോൾ ഇതാ അൽബേനിയ ആദ്യമായിട്ട് ഈ യൂറോ കപ്പിൽ ആദ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്കൊക്കെ പോകാനുള്ള കാരണം. അൽബേനിയ ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണ്, മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള ഒരു രാജ്യം. അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൊസോവോയുടെ ഫ്ലാഗ് വരുന്നതും അതുപോലെ ഗ്രേറ്റർ അൽബേനിയൻ ഫ്ലാഗ് വരുന്നതും ഒക്കെ ആ അർത്ഥത്തിലാണ്. സ്വാഭാവികമായിട്ടും അത് ഗെയിം സ്പിരിറ്റിന് നിരക്കുന്നതല്ല എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് യുവേഫ പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.